നീ ഇന്ന് തന്നെ പുറപ്പെടുകയല്ലേ? ഏയ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ. അതുവരെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ചേട്ടനോട് താമസിക്കാൻ പോകുന്നു. വേണ്ട, നീ ഇവിടെ താമസിച്ചല്ലേ പോക്കരിത്തരവോ കാണിച്ചാലേ എന്റെ ചിത്തപ്പേര് എനിക്ക്. പോക്കിരിത്തരങ്ങളോടൊക്കെ ഞാൻ ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ. തർക്കിച്ചേക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് ഓഫീസിൽ പോണം. എന്നാ ചേട്ടൻ പോയിട്ട് വരൂ. ഇടാ, നിന്റെ ഉദ്ദേശം എന്തുവാ? കുറച്ച് ദിവസം ലീവ് എടുപ്പിച്ച് ചേട്ടനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക. എന്തിന്? പറയാൻ പാടില്ലെന്നാ ഡാഡിയും മമ്മിയും പറഞ്ഞത്. എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിപ്പോ. കാര്യം പറഞ്ഞേ. മാസം 30,000 രൂപ വാടക വരുന്ന കുറെ ബിൽഡിംഗ്സ്, എണ്ണിയാൽ തീരാത്ത ഓർണമെന്റ്സ്, ഇംഗ്ലീഷ് അല്ലാതെ ഒരക്ഷരം മിണ്ടില്ല. ഈ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണിന് ചേട്ടനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മമ്മി തീരുമാനിച്ചിരിക്കുക. ഞാൻ സമ്മതിക്കത്തില്ല. അതിനായി എന്നെ ആരും കാക്കുകയും വേണ്ട. അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വീട്ടിൽ ചെന്ന് പറയണം. ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. എന്നാ ഞാനും പോകുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ഓ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ? നീ എന്റെ അനിയനാ. നമ്മൾ തമ്മിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല. അതൊക്കെ പഴയ കാലത്തെ ചേട്ടാ. ഇപ്പൊ ചേട്ടൻ അനിയന്മാർ ഒരുമിച്ചാ പഞ്ചരടിക്കാൻ പോകാറ്. എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അടുക്കളയിൽ പാലും ഏത്തപ്പഴം നീ പോയി കഴിച്ചോ. ശരി, ചേട്ടൻ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ വില്ലേജും ചുറ്റി കടച്ചു വരാം. ചേട്ടന്റെ സേവനം കൊണ്ട് ഈ ഗ്രാമത്തിൽ വല്ല പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയണമല്ലോ. ഹലോ, ഏയ്, ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ഒന്ന് വരൂ. ഈ നാട്ടുകാരനല്ലേ? അതെ. എന്റെ പേര് ബാബു. വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്നുണ്ട്. ഒന്ന് സഹായിക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ ഇല്ലല്ലോ. ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞു 10-20 മൈൽ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം. ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പേരെന്താ? വാസുണ്ണി. വാസുണ്ണി കയറിക്കോളൂ. എന്താ മടങ്ങിയിരിക്കും? നേരെ പോട്ടെ. ശിവൻപിള്ളേ, ഇന്നിനി എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ, പറയാം. ഇതേത് സ്ഥലമാ സാർ? നമ്മൾ പുറപ്പെട്ടെടുത്ത് നിന്ന് കൃത്യം 30 മൈലിൽ പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റി പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. പൈസ പോലും ഇല്ല. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. നീ വന്നേ. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു ഇല്ലന്റ് വാങ്ങിച്ചോണ്ട് വരണം. ഇൻലൻഡ് എന്തെങ്കിലും ഉണ്ട് സാർ, ഞാൻ തരാം. ഇതാ. പിന്നെ ഒരു ഉപകാരം കൂടെ ചെയ്യണേ. ആ ബ്ലോക്ക് ഓഫീസിൽ പോയി എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞു വരും. എന്ത് വിശേഷം സാർ? അല്ല, അവിടെ എന്തെങ്കിലും വിശേഷം കാണും. ബസ്സിന് കാശ്. ഭാസ്കരല്ലേ സാർ? നീ വന്നേ. പിന്നെ ആരുടെ കല്യാണത്തിന് എന്തോ പോവാൻ ലീവോ മറ്റോ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതൊന്നല്ല സാർ, നാളെയാ. അത് ശരി. എന്നാലും ഇന്ന് തന്നെ ലീവ് എടുത്തോളൂ. കാരണം ഈ കല്യാണത്തിന്റെ തലേദിവസം എത്തുന്നത് നല്ലതല്ലേ? വളരെ സന്തോഷം. അല്ല, ഈ ഓഫീസിലോട്ടൊക്കെ എന്തിനാ കയറി വരുന്നത്? വന്നാലെന്താ?
അല്ലേ ഇവിടെ പലരും വരുന്നതല്ലേ. ഏതായാലും വന്നതിലേക്ക് ഇരിക്കൂ. ഇരിക്കുന്നേ. എന്തായാലും വീട്ടിൽ നിന്നും പോന്ന ശേഷം ചേട്ടൻ നല്ല പ്രോഗ്രസ് ഉണ്ട്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടൻ്റെ ഒരു കാമുകനാകാൻ സാധിക്കുമെന്ന്. നീ ചുമ്മാരി ബാബു. ഈ കാമുകൻ കീമുകൻ എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെല്ലാ കാമുകന്മാരും പറയുന്നതാ. ഇതങ്ങനല്ല. ജീവിതത്തിൽ സുഖവും ദുഃഖവും പങ്കിടാൻ ഒരു പങ്കാളി വേണം തോന്നി. മനസ്സിനിറങ്ങിയ ഒരു നാടൻ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോ ആകെ കൂടെ അസ്വസ്ഥതയായി. അത് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാ. എന്താ ചേട്ടന്റെ പ്ലാൻ? അവളെ ഉടനെ വിവാഹം കഴിക്കുക. സംഗതി സീരിയസ് ആയ നിലയ്ക്ക് കല്യാണം ഉടനെ നടത്തുന്നതാണ് ബുദ്ധി. അതാ ഞാനും ആലോചിച്ചത്. വീട്ടിൽ പോയി നമ്മുടെ അച്ഛനോടും അമ്മയോടും വിവരം പറഞ്ഞാലോ? ഐഡിയ കൊള്ളാം. പക്ഷെ അവിടെ ചെന്നാൽ മിസസ് തമ്പിയുടെ മകളെ കഴുത്തിൽ തൂക്കിയിട്ട് അവർ ചേട്ടനെ വിടും. പിന്നെ എന്ത് ചെയ്യും ബാബു? ഇത്തരം കാര്യങ്ങള് ചേട്ടനും അനിയനും തമ്മിൽ സംസാരിക്കുന്നത് ശരിയാണോ? നീ പറഞ്ഞേ. പ്രായപൂർത്തിയായ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ പെണ്ണിന്റെ അല്ലാതെ വേറെ ആരുടെ അനുവാദം വേണ്ട. അറിയാമോ ചേട്ടന്? അത് ശരിയല്ല. കാരണം നമ്മൾ നേരായ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ. നേരായ മാർഗമാണ് ഈ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡാഡിയും മമ്മിയും ഇതിന് സമ്മതിക്കില്ല. ആ നിലയ്ക്ക് കല്യാണം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കുന്നതല്ലേ നല്ലത്. അല്ല ബാബു, ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോ എന്താന്ന് വെച്ചാലേ എനിക്ക് പേടിയാവുന്നു. പേടിയും പ്രേമവും ഒരു കുടയുടെ കീഴിൽ പോവില്ല. ചേട്ടൻ ധൈര്യമായിരിക്കേ. നമുക്ക് ആ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കാം. മമ്മിയുടെ ചെവിയിൽ ഈ വിവരം എത്തുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുന്നറിയോ? അവിടെ മറ്റേ പ്രശ്നം ചൂടുപിടിച്ചിരിക്കുക. ഇപ്പം രാധയുടെ വീട്ടിലേക്ക് ആര് പോവും ആലോചിക്കാൻ? അതിനൊക്കെ ഞാൻ മതി ചേട്ടാ. ഒരു കാരണവരെ കൂടി സംഘടിപ്പിച്ചാൽ പരിപാടി ഉഗ്രനായി. അല്ല, കാരണവരെയൊക്കെ സംഘടിപ്പിക്കാം. എന്നാ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നാലും കാരണവന്മാർ തമ്മിൽ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുക, ജാതകം കൈമാറുക, ഇങ്ങനെയൊക്കെ ചില നാട്ടാചാരങ്ങളൊക്കെ ഇല്ലേ? പട്ടണത്തിൽ എവിടെയാ നാട്ടാചാരം? അതൊക്കെ നമ്മുടെ ഇവിടെ അല്ലേ. അവിടെ ഇപ്പൊ താലി കെട്ടണമെന്ന് പോലും ഇല്ല. എങ്കിലും അവരിവിടം വരെ വരാതെ. ഞങ്ങളോട് ഡാഡിയും മമ്മിയും പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ഇക്കാര്യത്തിൽ ഞങ്ങളെന്ന് തീരുമാനിക്കുന്നു അത് അവർക്ക് സന്തോഷമാണ്. അല്ല, നമ്മുടെ മര്യാദ അനുസരിച്ച്. മര്യാദയല്ലേ അവര് പറഞ്ഞത്? ഇത്തരം കാര്യങ്ങളൊക്കെ അധികം നീട്ടിക്കൊണ്ടുപോകാതിരിക്കുന്ന ഭംഗി. കല്യാണത്തിനെങ്കിലും അവര് വരുവോ? അതറിയില്ല. എന്തായാലും ഞാനുണ്ടാവും. ചേട്ടനൊന്ന് വഴിമാറി കിട്ടിയിട്ട് വേണം അനിയന് പ്രവേശിക്കാൻ, അല്ലേ? നല്ലൊരു ദിവസം നോക്കി നമുക്കങ്ങ് നടത്താം. അതെ, ചേട്ടൻ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് മമ്മിക്ക് വലിയ സങ്കടമായിരുന്നു. അവരെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തുകയും ചെയ്യാം. എന്നാ പിന്നെ എല്ലാവരും തീരുമാനിക്കുന്ന പോലെ അങ്ങ് ആയിക്കോട്ടെ. ഇതാ കാണുന്ന പടി, ഇതാ പടി, ഇതാ പടി. ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി, ഇവിടെ നിർത്തി. ശരി, മോൻ പൊക്കോ. ഇവിടം വരെ വന്നിട്ട് അമ്മാവന്റെ വീട്ടിൽ കയറാതെ പോകുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല, തിരക്ക് കാണും. മോൻ പൊക്കോ. എനിക്ക് ഒരു തിരക്കുമില്ല. അമ്മാവൻ വരും. എന്താ വാതിലൊക്കെ അടച്ചിട്ടിരിക്കുന്നത്? ഇവിടെ ആരുമില്ലേ? ഉണ്ടല്ലോ ഉണ്ടല്ലോ. ഭാരതി, വാല് തുറന്നോളൂ, വാല് തുറന്നോളൂ. ഞാൻ വന്നു. ഹലോ, മകളാണോ? അല്ല, ഭാര്യ. ഓ, ഐ എം സോറി. ഇരിക്കൂ. താങ്ക് യു. എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് ബാബു, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ നേരെ അനിയൻ. ചേട്ടന് പരിചയം ഉണ്ടായിരിക്കും. ഇല്ല. വിനയം വളരെ തിരക്കുള്ള ആളല്ലേ. ഞാൻ വിളിച്ചോണ്ടൊന്നും ബുദ്ധിമുട്ടിക്കാറില്ല.
ചേച്ചി ഒരു ദിവസം ഞാൻ വിളിച്ചോണ്ട് വരാം, പക്ഷെ സദ്യ തരണം. ഓ ആ പ്രധാന കാര്യം പറയാൻ മറന്നു, ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചു. അമ്മാവന്റെ ഒപ്പം ചേച്ചിയും കല്യാണത്തിന് വരണം. കൊണ്ടുവരണം അമ്മാവ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരട്ടെ? ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വരാം. അപ്പൊ കല്യാണത്തിന് കാര്യം മറക്കണ്ട കേട്ടോ. ഉം. പറ്റേ അമ്മാവ. ആ